നമ്മൾ പേഷ്യൻറ്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന ആദ്യത്തെ സ്റ്റാൻഡേർഡ് PSQ-1. ആ PSQ-1ൻ്റെ ടാർഗറ്റ് തന്നെ നമുക്കൊരു സ്ട്രക്ചർഡ് പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം ഉണ്ടാവണമെന്നതാണ്. PSQ-1, the organization implements a structured patient safety program. ഏകദേശം 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റിലായിട്ട് നമ്മൾ 2 കോറും 5 കമ്മിറ്റ്മെൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൊന്നും തന്നെ നമുക്ക് നാളത്തേക്ക് മാറ്റിവെക്കാനില്ലാത്ത ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എയും ജിയും കോർ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, ബാക്കിയെല്ലാം കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. നമ്മുടെ സ്ഥാപനത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം പേഷ്യൻറ്റ് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി ഉണ്ടാവണം. ഈ വക കാര്യങ്ങൾ കൃത്യമായ ഡോക്യുമെൻറ്റഡുമായിരിക്കണം. മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്തൊരു പേഷ്യൻറ്റ് സേഫ്റ്റി ഓഫീസറുണ്ട്. ആ ഓഫീസർക്ക് പുറമെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻചാർജസും ആക്റ്റീവ് പേഴ്സൺസും അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ പാർട്ടായിട്ട് വളരെ പ്രധാനപ്പെട്ട പേഷ്യൻറ്റ് സേഫ്റ്റി ഈവൻറ്റ്സ്, എലമെൻറ്റ്സ് എല്ലാം തന്നെ കവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം മെഡിക്കേഷൻ എറർ പോസിബിലിറ്റി എയിലിരുന്ന് ഐ വരെ 9 പോസിബിലിറ്റീസ് ഉണ്ട്. ചിലപ്പോൾ നമുക്കത് നോഹാമിലായിരിക്കും, ചിലപ്പോൾ അത് ഡെത്തിലായിരിക്കും, ഐയിലെത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു അലർജിയോടുകൂടിയ ആ മെഡിക്കേഷൻ എറർ സോൾട്ടായിട്ടുണ്ടാവും. ചിലപ്പം ഒരു ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ടി വന്നിട്ടാവും. അത് ഏത് കാറ്റഗറിയിലാണെങ്കിലും അതിനെ കവർ ചെയ്യാൻ പറ്റണം. ഇത് മാത്രമല്ല, ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷനുള്ള പോസിബിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നു എങ്കിൽ അതെന്തുകൊണ്ട് വരുന്നു എന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രോഗ്രാം നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം എല്ലാം തന്നെ വളരെ വ്യക്തമായി കോർഡിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അതിന് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സൈസ് അനുസരിച്ച് ഒരു കോർഡിനേറ്ററോ ഒന്നിൽ കൂടുതൽ കോർഡിനേറ്ററോ ആകാം. ഒരാൾ തന്നെ ആകണമെന്നതല്ല. നമുക്ക് വളരെ ചെറിയ പേഷ്യൻ്റ് ഫ്ലോയും ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ്. നമ്പർ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ദ പോസിബിലിറ്റീസ്, ഇൻസിഡൻറ്റ് ഈവൻറ്റ്സ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഒരു കോർഡിനേറ്ററും ബാക്കി കമ്മിറ്റി മെമ്പേഴ്സും മതി. അതർവൈസ് നമുക്ക് മൾട്ടിപ്പിൾ കോർഡിനേറ്റേഴ്സ് ആകണം. അതുപോലെ തന്നെ നമുക്ക് പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ എടുക്കാനായിട്ട് അനലിറ്റിക്സ് സ്റ്റെപ്പുകൾ എടുക്കാൻ പറ്റണം. പേഷ്യൻറ്റ് സേഫ്റ്റി റിസ്ക് മാനേജ്മെൻറ്റ് കാര്യത്തിൽ നമുക്ക് ഒരു പ്രോ ആക്റ്റീവ് സ്റ്റെപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുകയും നമുക്ക് ഇത്തരത്തിലെടുക്കുന്ന എല്ലാ ഇവാലുവേഷനും അനലൈസിസും ഒക്കെ വെച്ചിട്ടെടുക്കുന്ന പേഷ്യൻറ്റ് സേഫ്റ്റി റിസ്ക് അസസ്മെൻറ്റ് ആ മാനേജ്മെൻറ്റിനനുസരിച്ച് ആനുപാതികമായിട്ട് വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ ഈ പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം റിവ്യൂ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം. സ്വാഭാവികമായും നമ്മളെടുത്ത ഡിസിഷൻസിൽ അപര്യാപ്തതകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ മുൻകാല പരിചയങ്ങൾ വെച്ചിട്ടും ഒക്കെയാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അത് കൃത്യമായ ഒരു ഡേറ്റ ഇവാലുവേഷൻസിൽ കൂടെ ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ഒരു മെമ്മറിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. അതിനെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് റിവൈസ് ചെയ്യാനായിട്ട് ഓരോ തവണയും എടുക്കുന്ന ഡേറ്റ ഇൻഫർമേഷൻസിന് അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻ്റർനാഷണലോ നാഷണലോ ആയിട്ടുള്ള ഫ്രെയിം വർക്കുകളുണ്ട്. ഇത്തരത്തിൽ ഡേറ്റ അതിനെ അഡോപ്റ്റ് ചെയ്യണം. ആക്ച്വലി നമുക്ക് അതിനെ അതേപോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ക്രിയേറ്റ് ചെയ്ത അല്ലെ US ക്രിയേറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ അതുപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ മൊബൈലിൽ ചാർജ് ചെയ്യാൻ നേരം നമുക്ക് 5 വോൾട്ടിന് താഴെ മതി, 3.6 ഒക്കെ മതി. നമുക്ക് 230 വോൾട്ടിൻ്റെ പ്ലഗ് ആവുള്ളൂ. അവിടെ നമ്മളൊരു അഡാപ്റ്റർ ഉപയോഗിക്കും. എന്നിട്ട് നമ്മുടെ മൊബൈലിന് ചാർജിന് ആവശ്യമായ രീതിയിൽ അതിനെ കൺവെർട്ട് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കും. അത്തരത്തിൽ നമുക്ക് കിട്ടുന്ന നാഷണൽ ഇൻ്റർനാഷണൽ പ്രോഗ്രാംസിനെ നമ്മളുടെ ഹോസ്പിറ്റലിന് നമ്മുടെ ഓർഗനൈസേഷന് പറ്റുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത്തരത്തിൽ റിവൈസ് ചെയ്യപ്പെടണം എവരി ഇയർ.
ആദ്യം നമ്മൾ 1-2 ടൂൾസ് ആയിരിക്കും ഉപയോഗിക്കുക, പിന്നീട് നമുക്ക് മോർ ടൂൾസിലേക്ക് പോകാൻ പറ്റണം. എടുക്കുന്ന ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം. അതിന് ഒരു പ്രത്യേകമായി തീരുമാനിക്കപ്പെട്ട വ്യക്തികളാൽ കോർഡിനേറ്റ് ചെയ്യപ്പെടണം. മൾട്ടി ഡിസിപ്ലിനറി കമ്മിറ്റിയിൽ കൂടെ പോകണം. ഇങ്ങനെ 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെ നമ്മൾ PSQ-1 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ പഠിക്കുകയാണ്. ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റ്സ് എ സ്ട്രക്ചേർഡ് പേഷ്യൻറ്റ് സേഫ്റ്റി പ്രോഗ്രാം എന്നതാണ് PSQ-1. നമ്മുടെ ഹോസ്പിറ്റൽ NABH സർട്ടിഫിക്കേഷനോ അക്രഡിറ്റേഷനോ, ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അക്രഡിറ്റേഷൻ തന്നെ ഫോക്കസ് ചെയ്യണമെന്നാണ്. ഡിജിറ്റൽ സ്റ്റാൻഡേർഡ്സിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ബേസിക് ആയിട്ട് ഇതെല്ലാം തന്നെ മനസ്സിലാക്കാം. നമ്മൾ PSQ 3A 3B എന്നൊക്കെ പറഞ്ഞ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് ധാരാളമായി മനസ്സിലാക്കുന്നുണ്ട്. ഈ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ സ്റ്റാൻഡേർഡുകളും അതിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളും സഹായിക്കും.